ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. ഹാപ്പി വിമൻസ് ഡേ ടു ആൾ. 75 വയസ്സായ ഒരു ടീച്ചറിൻ്റെ കൃഷിയോടുള്ള ഇഷ്ടം എല്ലാ വനിതകൾക്കുമായി ഞാൻ സമർപ്പിക്കുന്നു കേട്ടോ. നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ നിങ്ങൾ കരുത്തുള്ളവരായി തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ ആ ടീച്ചറമ്മയുടെ കൃഷിയോടുള്ള ആ ഒരു ഇഷ്ടം പറയുന്ന ആ ഒരു ലേഖനം ഇവിടെ ഞാൻ വായിക്കുകയാണ് കേട്ടോ. കൃഷിയോട് അത്രമേൽ ഇഷ്ടം സരസ്വതി ടീച്ചറുടെ പാടത്ത് വിളയുന്നത് ഞവര നെല്ല്. 75 വയസ്സ് കഴിഞ്ഞെങ്കിലും സരസ്വതി ടീച്ചർക്ക് കൃഷിയോടുള്ള ഇഷ്ടം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. കുട്ടിക്കാലം മുതൽക്കേ കണ്ടു വളർന്ന നെൽകൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ചാല തമിഴ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ടീച്ചറായിരുന്ന സരസ്വതിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രോട്ടോകോൾ ഓഫീസറായിരുന്ന ഭർത്താവ് ഉണ്ണികൃഷ്ണനും വിരമിച്ച ശേഷം ഉള്ള ജീവിതം കൃഷിക്കായി സമർപ്പിക്കാൻ തീരുമാനിച്ചത്. അതിനായി കാർഷിക ഗ്രാമമായ വെള്ളയാണിയിലെ ശിവോദയം റോഡിൽ വീട് വയ്ക്കുകയും അതിനോട് ചേർന്ന് 1.5 ഏക്കർ പാടം വാങ്ങി നെൽകൃഷി തുടങ്ങുകയും ചെയ്തത്. ഭർത്താവ് മരിച്ചെങ്കിലും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായിരുന്ന കൃഷി ഉപേക്ഷിക്കാൻ ടീച്ചർ തയ്യാറായില്ല. കഴിഞ്ഞ 4 വർഷമായി ഔഷധ ഗുണമുള്ള ഞവര നെല്ല് കൃഷി ചെയ്ത് ടീച്ചർ മാതൃകയാവുകയാണ്. പാടങ്ങൾ തരിച്ചിടുന്നവർക്കും നികത്താൻ ശ്രമിക്കുന്നവർക്കും ടീച്ചർ ഒരു പുതു മാതൃക നൽകുകയാണ്. തിരുവനന്തപുരത്ത് അപൂർവമാണ് ഞവര നെൽകൃഷി. 1 കിലോ വിത്തിൽ നിന്നും 110 കിലോ നെല്ല് കിട്ടും. വിത്തിട്ടാൽ 90 ദിവസം കൊണ്ട് വിളവെടുക്കാം. വിത്ത് പാകമാകുന്നതിനും വിതയ്ക്കുന്നത് മുതൽ കൊയ്ത്ത് വരെയും ടീച്ചറുടെ കണ്ണും മനസ്സും കൂടെ ഉണ്ടായിരിക്കും. ചാണകവും കോഴിക്കാരവും പച്ചിലകളും ഉപയോഗിച്ചുള്ള ജൈവ കൃഷിയാണ് ടീച്ചർ നടത്തുന്നത്. ടീച്ചറുടെ 2 മക്കളും പാരമ്പര്യ വിത്തിനങ്ങളുടെ സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമായി വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. കൃഷി ചെയ്യുന്ന നെല്ലിൽ വിത്തിനാവശ്യമുള്ളവ സൂക്ഷിച്ച ശേഷം ബാക്കി മകന് കൈമാറും. തനത് വിത്തിനങ്ങളെ സംരക്ഷിക്കുക എന്ന ദൗത്യത്തോടെയാണ് മകൻ രാജകൃഷ്ണൻ 10 വർഷം മുൻപ് വയനാട്ടിൽ സ്ഥിരതാമസമാക്കിയത്. വെള്ളയാണിയിലെ നെൽകൃഷിയുടെ പ്രതാപകാലം അസ്തമിച്ചെങ്കിലും കൃഷിയെ സ്നേഹിക്കുന്ന കുറച്ചു പേരെങ്കിലും ഇപ്പോഴുമുണ്ട്. മാസങ്ങൾക്ക് മുൻപ് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാതൃഭൂമി പരമ്പര പ്രസിദ്ധീകരിക്കുകയും ജനകീയ സെമിനാർ സംഘടിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ചിലയിടങ്ങളിലെങ്കിലും നെൽകൃഷി പുനരാരംഭിച്ചിട്ടുണ്ട്. കർഷകർക്ക് സഹായവും പിന്തുണയും എത്തിക്കുന്നതിൽ പലപ്പോഴും സംവിധാനങ്ങൾ പരാജയപ്പെടുന്നതായി ടീച്ചർക്കും പരാതിയുണ്ട്. കാർഷിക ചെലവുകൾ വർദ്ധിക്കുമ്പോൾ പാടത്തെ കള പറിക്കാൻ പോലും കൂലിക്ക് നല്ലൊരു തുക വേണം. എങ്കിലും കൃഷിയുടെ ലാഭനഷ്ട കണക്കുകളൊന്നും ടീച്ചർ നോക്കാറില്ല. കൃഷിയും പാടവും വരമ്പും പച്ചപ്പുമെല്ലാം കണ്ടു വളർന്ന ടീച്ചർക്ക് കഴിയുന്നത്ര കാലം കൃഷിയുമായി മുന്നോട്ട് പോകണമെന്നാണ്